യേശുവിനോടൊപ്പമുള്ള യാത്ര. ഇന്നത്തെ ചിന്താവിഷയം: അന്യോന്യം കീഴ്പ്പെട്ടിരിക്കുന്ന ജീവിതം. ധ്യാനത്തിനായുള്ള തിരുവചനം എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 21-ാം വാക്യം. ക്രിസ്തുവിൻ്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിപ്പിൻ. ദൈവികമായ സ്വഭാവമാണ് അന്യോന്യം കീഴ്പ്പെട്ടിരിക്കുന്ന ജീവിതം. കീഴ്പ്പെട്ടിരിക്കുക എന്നത് അനുസരണത്തെ സൂചിപ്പിക്കുന്നു. സ്വന്തം ആഗ്രഹങ്ങൾക്കും സ്വാതന്ത്ര്യത്തിനും ഉപരി അന്യോന്യം കീഴ്പ്പെട്ടിരിക്കണം എന്നതാണ് ദൈവം നമ്മെ ഈ നോമ്പിൻ്റെ നാളുകളിൽ നമ്മെ പഠിപ്പിക്കുന്നത്. ക്രിസ്തു നമുക്ക് കാണിച്ചു തന്ന താഴ്മയുടെയും എളിമയുടെയും ഭാവം നാം എപ്പോഴും ധരിച്ചുകൊള്ളണം. അത് സ്വന്തം ഇഷ്ടവും അഹങ്കാരവും ഉപേക്ഷിച്ച് മറ്റുള്ളവരുടെ ഗുണവും കൂടെ അന്വേഷിക്കുന്നു. വചനം നമ്മെ പഠിപ്പിക്കുന്നു: ദൈവം നിഗളികളോട് എതിർത്തു നിൽക്കുന്നു, താഴ്മയുള്ളവർക്കോ കൃപ നൽകുന്നു. ദൈവഭയത്തിൽ ദൈവിക ജ്ഞാനത്തോടെ അന്യോന്യം കീഴ്പ്പെട്ടിരിക്കാനും താഴ്മയോടെ ജീവിക്കാനും നമ്മുടെ ഹൃദയത്തെ ദൈവം രൂപാന്തരപ്പെടുത്തട്ടെ. നാം എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാൽ മാത്രം ആകുന്നു എന്ന് ഓർത്തുകൊണ്ട് എപ്പോഴും വിനയത്തോടെ ജീവിക്കണം എന്നതാണ് ദൈവ ഇഷ്ടം. സ്വയത്തെ വെടിഞ്ഞുള്ള ജീവിതമാണ് കീഴടങ്ങി ജീവിക്കുക എന്നതിൽ നാം കാണുന്നത്. പരസ്പരം കീഴടങ്ങി ജീവിക്കുവാൻ ഉള്ള ശക്തി നമുക്ക് ലഭിക്കുന്നത് നാം ദൈവത്തിന് സമർപ്പിക്കപ്പെട്ട ജീവിതം നയിക്കുമ്പോഴാണ്. യേശുവിനോടൊപ്പം നാം അനുദിനം നടക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മിൽ ഈ ഫലം രൂപപ്പെടുത്തുന്നു. ക്രിസ്തു പിതാവായ ദൈവത്തിന് കീഴ്പ്പെട്ട് ജീവിച്ചതുപോലെ നാമും ദൈവം നമ്മുടെ ജീവിതത്തിൽ വെച്ചിരിക്കുന്ന ശ്രേഷ്ഠാധികാരങ്ങൾക്ക് കീഴ്പ്പെടണം. യേശുവിനോടൊപ്പമുള്ള ഈ യാത്രയിൽ ക്രിസ്തു കാണിച്ചു തന്ന മാതൃക പ്രകാരം നമുക്ക് ജീവിക്കാം. സ്വയത്തെ വെടിഞ്ഞ് മറ്റുള്ളവരെ നമ്മേക്കാൾ ശ്രേഷ്ഠർ എന്ന മനോഭാവത്തോടെ ദൈവസ്നേഹത്തിൽ വിനയത്തോടെ അനുദിനം ജീവിക്കാം. അത് വളരെയധികം അനുഗ്രഹത്തിലേക്ക് നയിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനും നീതിമാനുമായ ദൈവമേ, ഈ പുതിയ ദിവസത്തിനായി ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. പരസ്പരം കീഴടങ്ങി ജീവിക്കുവാൻ അങ്ങ് ഞങ്ങളെ വചനത്തിലൂടെ ഓർമ്മിപ്പിച്ച ദയയ്ക്കായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. പരസ്പരം കീഴടങ്ങി താഴ്മയോടെയും വിനയത്തോടെയും ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് ബലപ്പെടുത്തണമേ. മറ്റുള്ളവരുടെ നന്മ കണ്ട് സൗമ്യതയോടെ സ്നേഹത്തിൽ ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.